ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ വരാവുന്ന നമുക്ക് ഇടയ്ക്കൊക്കെ ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ് ഇൻകം ടാക്സ്. അതായത് നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്രയൽ ബാലൻസിൽ ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ നമ്മളതിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. അത് എളുപ്പമാണ്, നമ്മളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇൻകം ടാക്സ് ഡ്രോയിങ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രോയിങ്സ് എന്താണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യുക. അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എന്ത് ചെയ്യണം, ഡ്രോയിങ്സ് ചെയ്യുന്ന പോലെ തന്നെ ക്യാപിറ്റലിൽ നിന്ന് ഇൻകം ടാക്സ് മൈനസ് ചെയ്യുക. അത്രയുള്ള അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ് സെയിൽസ് ടാക്സ് കളക്റ്റഡ്. ശ്രദ്ധിക്കണം, സെയിൽസ് ടാക്സ് കളക്റ്റഡ്. നമുക്ക് തരുന്ന ട്രയൽ ബാലൻസിൽ ഇൻകം ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ടാക്സ് കളക്ട് ചെയ്യുന്ന ഐറ്റം ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ഇതൊരു ലയബിലിറ്റിയാണ്. കാരണം ഇത് ബിസിനസ് തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ഒരു എമൗണ്ട് ആണ്. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി ആൻഡ് ഇറ്റ്സ് റെക്കോർഡ് ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഇത് വേറൊന്നും റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ഒരു എമൗണ്ട് ആയതുകൊണ്ട് ഇത് ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്തേക്കുക. സെയിൽസ് ടാക്സ് കളക്റ്റഡ്. നെക്സ്റ്റ് സെയിൽസ് ടാക്സ് പെയ്ഡ്. അതായത് ഡെബിറ്റ് സൈഡിൽ, ട്രയൽ ബാലൻസ് ഡെബിറ്റ് സൈഡിൽ സെയിൽസ് ടാക്സ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ എക്സ്പെൻസാണ്. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും അതുപോലെ ഡെബിറ്റ് ചെയ്തേക്കുക P&L അക്കൗണ്ടിൽ. അവിടെ മാത്രം റെക്കോർഡ് ചെയ്താൽ മതി അത്. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ഇറ്റ് ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. P&L അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അതായത് നമ്മൾ മുൻപ് എപ്പോഴെങ്കിലും നമ്മൾ ബാഡ് ഡെറ്റായിട്ട് നമ്മൾ ഇത് റൈറ്റ് ഓഫ് ചെയ്ത് പോയി, പക്ഷേ നമുക്ക് റിക്കവറായി, അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇറ്റ് ഇസ് ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്കറിയാവുന്നതാണ് ഒക്ട്രോയിഡ്സ് വൺ ഓഫ് ദ ടാക്സ് ഡയറക്റ്റ് എക്സ്പെൻസ് ഇറ്റ്സ് ഡെബിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. നെക്സ്റ്റ് ഒരു കുട്ടികൾ കൺഫ്യൂഷൻ വന്ന ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതെങ്ങനെ കാൽക്കുലേറ്റ് എന്ന് ചോദിച്ചാൽ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് എടുക്കുക. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾക്ക് അഡ്ജസ്റ്റ്മെൻ്റായിട്ട് തരും. ചില കേസുകളിൽ അത് ട്രയൽ ബാലൻസിൽ തരും. അത് അഡ്ജസ്റ്റ്മെൻ്റായിട്ട് തരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ക്യാപിറ്റലിൻ്റെ ആ പറയുന്ന പെർസെൻറ്റ് എടുക്കുക, എന്നിട്ടത് P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഇത് കൂടാതെ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലെ ക്യാപിറ്റലിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യുകയും ചെയ്യണം. അതാണ് ഫസ്റ്റ് കേസ്. ഇനി അടുത്ത കേസ് പറയുന്നത് ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മുടെ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പോലെ തരുവാണെങ്കിൽ അത് ചെയ്യേണ്ടത് അത് നമ്മൾ ജസ്റ്റ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എങ്ങനെ റെക്കോർഡ് ചെയ്യും, അതായത് ഡെബിറ്റ് ഇൻ P&L അക്കൗണ്ട് ഓൺലി. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ട്രയൽ ബാലൻസ് ഉള്ള തരുന്നെങ്കിൽ നമ്മളതിനെ ബാലൻസ് ഷീറ്റിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അത് നമ്മൾ P&L അക്കൗണ്ടിൽ മാത്രം ഡെബിറ്റ് ചെയ്താൽ മതി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അപ്പോൾ നമുക്ക് തരുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിലാണെങ്കിൽ ഒന്ന് P&L ഡെബിറ്റ് ചെയ്യുകയും വേണം, കാരണം ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ്. ഇത് കൂടാതെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും വേണം. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ബിസിനസ്സിൻ്റെ ഇൻകമാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻകമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളത് P&L അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നെങ്കിൽ ഫസ്റ്റ് കേസ് അത് P&L ക്രെഡിറ്റ് ചെയ്യാം. പിന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഡ്രോയിങ്സ് മൈനസ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യണം. ഇനി അടുത്തൊരു കേസ് വന്നാൽ ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മളുടെ ട്രയൽ ബാലൻസ് ക്രെഡിറ്റ്സിലാണ് തരുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ആ എമൗണ്ട് P&L അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ മാത്രം കാണിക്കുക.